ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് 1 കിലോയോളം വരുന്ന ജീരകശാല റൈസാണ് 10 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്ത് വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ജീരകശാല റൈസാണ്. അപ്പോൾ നമുക്ക് ഈ റൈസ് കൊണ്ട് ഗീ റൈസ് ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് 2 സവാളയാണ്, അതിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, ബേ ലീഫ് ആണ്. പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇടുകയാണ്, അത് സൈഡ് കീറുക അങ്ങനെയൊന്നും ചെയ്യണില്ല. പിന്നെ വേണ്ടത് കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക് മസാലകളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും കണ്ടു. പിന്നെ വേണ്ടത് കാഷ്നട്ട്, കിസ്മിസാണ്. നമ്മുടെ ഗീ റൈസിന് വളരെ ടേസ്റ്റ് ആയിരിക്കും അത് ചേർത്താൽ. പിന്നെ വേണ്ടത് ലൈമാണ്, ലൈമിൻ്റെ ജ്യൂസ് ആവശ്യമാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്, ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ ചെറുതായിട്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് ഞാനതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഗീ റൈസ് എന്നൊക്കെ പറയുമ്പോൾ നെയ്യ് എത്ര ചേർത്താലും ടേസ്റ്റാണ്. നെയ്യിൻ്റെ കൂടെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റീഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ പാത്രം ചൂടായിട്ട് വരുന്നേ ഉള്ളൂ. നെയ്യാണ് ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓയിൽ ഞാൻ ഒഴിച്ചിട്ടില്ല. നെയ്യൊന്ന് ഉരുക്കി അതൊന്ന് ചൂടായി ഒക്കെ വരണം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഇങ്ങനെ ചൂടായി അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ആ നെയ്യും ഓയിലൊക്കെ ഇങ്ങനെ മിക്സായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ നീക്കി വെച്ച പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ ബേ ലീഫൊക്കെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് സവാള ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ വഴന്ന് വരണം. നന്നായിട്ട് കളർ ചേഞ്ച് ഒന്നും ആവരുത്, ഒരിക്കലും കളർ ചേഞ്ച് ആവരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ വഴന്നാൽ മതിയാവും. ഈ സമയം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിക്ക് അതൊന്നിങ്ങനെ വഴന്ന് വരണം കേട്ടോ. ഒരിക്കലും കളർ ചേഞ്ച് വരുത്തരുത്. അതൊന്നിങ്ങനെ വഴന്ന് മസാലയൊക്കെ ആയിട്ട് ഒന്ന് നെയ്യൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ ഈ സമയം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ചേർത്ത് വരുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ല്, നല്ല രുചിയായിരിക്കും നമ്മുടെ ഗീ റൈസിന്. എല്ലാവരും കറിവേപ്പില ചേർക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചേർക്കാറുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ എന്നും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്കിത് വീഡിയോ ഇടാനായിട്ട് പറ്റാറില്ല. ഇന്നിപ്പോൾ മക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ അരി വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. വെള്ളം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിനാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഒരിക്കലും വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ഗീ റൈസ് പായസമാവും. വെള്ളം കുറഞ്ഞു പോയാൽ നമ്മുടെ അരി വേഗത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ലൈമില്ലേ, ആ ലൈമിൻ്റെ ഹാഫ് ഭാഗം അതിൻ്റെ ജ്യൂസ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും. അത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അരിയൊക്കെ അങ്ങനെ ഒന്നുമേലൊന്ന് തൊടാതെ നന്നായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ലൈമിൻ്റെ ജ്യൂസ് മൊത്തമായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് അതൊന്ന് വെള്ളവുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി വേകുമ്പോൾ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ അരി വേകാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് ഒരു പൊടിക്ക് കൂടി നിൽക്കണം, എന്നാലാണ് അരി ഇടുമ്പോൾ കറക്റ്റ് ആ ഉപ്പിൻ്റെ ഇതൊക്കെ നമുക്ക് ഉപ്പ് കറക്റ്റ് പാകത്തിന് വരുള്ളൂ. അരിക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വിട്ടു കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഞാനിങ്ങനെ അടച്ചു വെച്ചു. അതിനുശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകശാല റൈസ് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട്.
അപ്പോൾ അതാ ഞാൻ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. വെള്ളത്തിലോട്ട് നമ്മൾ അരി ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ അത് കയ്യിലൊക്കെ തെറിച്ച് പൊള്ളാനായിട്ട് ചാൻസ് വരും. അങ്ങനെ കുറേ പൊള്ളലുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മക്കളെ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ അതാ ഞാൻ എല്ലാ അരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് അരി നിങ്ങൾ ഈ പാത്രത്തിൽ കാണുന്നില്ലേ, അത് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ സമയം ഇതിൽ കാണാൻ പറ്റിയില്ല, അത് കട്ടായി പോയിട്ടു. അപ്പോൾ അതാ എല്ലാ റൈസും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കണം നല്ല രീതിയിൽ. നമ്മുടെ ആ നാരങ്ങ നീരും വെള്ളവും മസാലയൊക്കെ ആയിട്ട് നല്ല രീതിക്കൊന്ന് നല്ലതായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വേകാനായിട്ട് വെക്കാം. ഇതിനിടയിൽ വേണമെങ്കിൽ നോക്കാം, അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ അപ്പുറത്തെ അടുപ്പത്ത് പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കാഷ്നട്ടും പിന്നെ കിസ്മിസും ചേർത്ത് വഴറ്റാൻ പോവുകയാണ്. ഇപ്പോൾ കിസ്മിസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്നിങ്ങനെ വളർന്ന് വരുന്ന സമയം ആവുമ്പോൾ നമുക്ക് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല രീതിക്ക് അതൊന്നിങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കാം. നമ്മുടെ ഗീ റൈസിലേക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഗ്രേപ്സ് അതുപോലെ ഈ ഡ്രൈ ഇത് എന്താ പറയുക, കിസ്മിസും അതുപോലെ നമ്മുടെ കാഷ്നട്ടും വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഗീ റൈസിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കോരി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നീക്കി വയ്ക്കാം. അതാ കണ്ടോ, അതൊക്കെ ഞാനിങ്ങനെ ചൂട്ടോടുകൂടി ഇങ്ങനെ വറുത്ത് കോരി നീക്കി വെക്കുകയാണ് മക്കളെ. കണ്ടോ, ഇനി നമുക്ക് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ അതേ പാനിലേക്ക് തന്നെ നീക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ല രീതിക്ക് ഇത് ഡാർക്കായിട്ട് ബ്രൗൺ ആവണം കേട്ടോ, നല്ല കളറായിട്ട് വരണം. അത് ചെറുതായി വഴന്നാലൊന്നും പോരാ, നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കില്ലേ അതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. അതുവരെ ഒന്ന് വഴറ്റാം. നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയതാ ഇപ്പോൾ അത് കളർ ചേഞ്ചൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയാവും. ഞാനിതും മറുത്ത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് നീക്കി വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇതാ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്, ഇളക്കാൻ പോലും സ്ഥലമില്ല. പാത്രം ചെറുതാണ്, റൈസ് കുറച്ചധികമായിപ്പോയി. നല്ല മണമൊക്കെ വരുന്നുണ്ട്, കാണാനും നല്ല ഭംഗിയില്ല. ക്യാരറ്റും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബേ ലീഫാണ് കേട്ടോ ഈ പൊന്തിക്കിടക്കുന്നത്, അതൊക്കെ നമ്മളെടുത്ത് കളയും. ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതുപോലെ കിസ്മിസ് അതുപോലെ കാഷ്നട്ട് ഇതൊക്കെ ചേർക്കണം. അതിൽ മുന്നായിട്ട് തന്നെ ചൂട് ആയിട്ടുള്ള ചോറിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഗീ റൈസിന്. അതിന് മീതെയാണ് ഞാൻ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലായിടത്തേക്കും നമുക്കൊന്ന് ചേർത്തിട്ട് സ്പ്രെഡാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നീക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ട് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇതിൻ്റെ കൂടെ എന്ത് കറിയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഗീ റൈസ് ട്രൈ ചെയ്ത് നോക്കുക. നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചിക്കനാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, നാരങ്ങ ജ്യൂസ് ഇതൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് എടുത്തിട്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ ഗീ റൈസിലേക്ക് ആവശ്യമായിട്ട് ഒരു റോസ്റ്റ്, അതിലേക്ക് ആവശ്യമുള്ള സവാള പച്ചമുളകാണ് കേട്ടോ അത്. പിന്നെ വേണ്ടത് തക്കാളിയാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അത്. പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്, ആവശ്യത്തിന് മല്ലിയില വേണം റോസ്റ്റിലേക്ക്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ വേഗം നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു ഏലക്കായ, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചതച്ചതാണ് കേട്ടോ അത്. പിന്നെ മുളക് മല്ലി വറുത്തതാണ് ആവശ്യത്തിന്, നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് നിരത്തി വെച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ചിക്കൻ ആദ്യം ഒന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ചിക്കനെല്ലാം ഇങ്ങനെ വെച്ചിട്ട്
അതൊന്ന് വറക്കുക. നന്നായിട്ട് വറവാവണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയാവും കേട്ടോ. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതിയാവും. ഒത്തിരി അങ്ങോട്ട് വറുത്തൊന്നും വറവാവേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്നും കൂടെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി, ജസ്റ്റ് ഒരു കളർ ചേഞ്ച്. അപ്പോൾ നന്നായിട്ട് അതൊന്നിങ്ങനെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതേ ചെറുതായിട്ട് കളർ ചേഞ്ചൊക്കെ ആയി വന്നു, കാണാമല്ലോ നിങ്ങൾക്ക്. ഇത്രയൊക്കെ മതിയാവും. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ, മാറ്റി നീക്കി വയ്ക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ഈ കറി റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ എപ്പോഴും റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കി ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. വളരെ രുചിയാണ് കേട്ടോ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കില്ലേ അതുപോലെ. അപ്പോൾ അതാ വറുത്ത് കോരിയ ചിക്കനൊക്കെ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ, കാണുന്ന പോലെ തന്നെ കഴിക്കാനും. അതേ പാനിലോട്ട് തന്നെ അതേ ബാക്കി വന്ന എണ്ണയിലോട്ട് തന്നെ സവാളയും അതുപോലെ പച്ചമുളകും നേരത്തെ കാണിച്ചല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ ഇളക്കി അത് നല്ലതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം നമ്മുടെ സവാളയൊക്കെ കേട്ടോ, നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരണം. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ എത്രത്തോളം വഴറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ വഴറ്റിയാലാണ് കറിക്കൊക്കെ നല്ലൊരു കളറ് കിട്ടുള്ളൂ. ഈ സമയം നന്നായിട്ട് സവാളയൊക്കെ വളർന്നു വന്നപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നല്ലൊരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ വേണം ഒരു പ്രാവശ്യങ്ങളും നിങ്ങളെ ഒന്ന് ഒറ്റ തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ, വളരെ അപാര രുചിയാണ്. ഈ സമയം അതിലേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, എന്നാലും ഞാൻ കുറച്ചും കൂടെ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിനി അടുത്തതായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് മല്ലി വറുത്തതാണ് കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് പാനിലിട്ട് ചൂടാക്കിയതാണ് കേട്ടോ ഇത്. ഈ ചിക്കൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വറുത്തത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നല്ല രീതിക്ക് അത് അങ്ങനെ ഒന്ന് യോജിച്ച് വരുമ്പോൾ എനിക്ക് തോന്നി എണ്ണ ഇത്തിരി കുറവാണോ എന്ന്. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം ഓയിലിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു, കാരണം നമ്മൾ ചിക്കൻ വറുത്ത ബാക്കി എണ്ണയിലായിരുന്നല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് മസാലകളാണ് കേട്ടോ. നമ്മുടെ ഏലക്കായ, പെരിഞ്ജീരകം, അതുപോലെ കരയാമ്പൂവ്, ഇതൊക്കെ കൂടി പട്ട, ഇതെല്ലാം കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് അത് ഒന്ന് വളർന്ന് വന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ല രീതിക്ക് ഇങ്ങനെ വളർന്ന് വരണം. നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അത് കരിഞ്ഞു പോകാതിരിക്കാൻ, നമ്മുടെ മസാലകളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് വേകാനായിട്ട് ഒന്ന് വയ്ക്കാം, ഒന്ന് മൂടി വയ്ക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂടി വയ്ക്കാം. അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ആ സമയം ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചം ഇങ്ങനെ ഒരു കളറായിട്ടാണ് കാണുന്നത് കേട്ടോ, അത് തൈരാണ് കേട്ടോ. ഇതെന്താ ഈ കളറിൽ കാണണമെന്ന് എനിക്കറിയില്ല. തൈരാണത്, കട്ട തൈരാണ്. അതിങ്ങനെ ഒന്ന് നമുക്ക് ഒരു വിസ്കർ വെച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചിക്കൻ കറിയിലേക്കല്ല, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ക്യാമറയുടെ വെളിച്ചത്തിലാണ്. ഇപ്പോൾ കറക്റ്റ് കളറായിട്ടുണ്ട്. ഇത് കേടാണ് കേട്ടോ. നല്ല രീതിയിൽ അതൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം.
നല്ല രീതിക്ക് കട്ടത്തൈരായതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ നേരിട്ട് ഇളക്കണത് കേട്ടോ. അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ആ കട്ടയായിട്ട് കിടക്കുന്നതൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിസ്കർ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളി അവിടെ ഉടഞ്ഞ് റെഡിയായിട്ട് വരുന്ന സമയം കൊണ്ടാണ് ഞാനിവിടെ സാലഡ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ നമ്മുടെ സാലഡിനെ റെഡിയാക്കി എടുക്കാം. ഇതാ അങ്ങനെ ഒരു ചോപ്പർ എടുത്തു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോപ്പറാണ് കേട്ടോ. ഞാൻ എല്ലാം കഷ്ണങ്ങളൊക്കെ ഇതിലാണ് അരിയാറ്. വളരെ നല്ല ചോപ്പറാണ് നമ്മളെ കഷ്ണങ്ങളൊക്കെ അരിയാൻ. അപ്പോൾ ഇതിലേക്ക് ഞാനായിട്ട് ഇതിൽ സാലഡ് ഉണ്ടാക്കാനായിട്ട് മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, സവാള ഇത്രയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ചോപ്പറിലിട്ടിട്ട് കുക്കുംബർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കുക്കുംബർ ഇല്ല. അപ്പോൾ അതാ ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാം. കുനുകുനാന്ന് പറഞ്ഞിട്ട് നമുക്കതൊന്ന് അതിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ മല്ലിയില ഞാൻ ഇട്ടിട്ടില്ല, മല്ലിയില ഇടാൻ പോകുന്നുള്ളൂ. മല്ലിയില ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണ്ടേ, നമ്മുടെ സാലഡ് പരുവാക്കി കിട്ടണ്ടേ സാലഡിലേക്ക്. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. അതിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെറുതാക്കി അരിയാനൊന്നും നിൽക്കണ്ട. ക്യാമറയുടെ വെളിച്ചത്തിൻ്റെയാണ് കേട്ടോ തൈരിൻ്റെ കളർ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതാ ഈ വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞ സാലഡിൻ്റെ എല്ലാം കൂടെ അതിലേക്ക് ഞാൻ തൈരിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തുകൊണ്ട് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ചോപ്പറിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മങ്ങിയ വെളിച്ചത്തിലാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കളർ ചേഞ്ചായിട്ട് കാണുന്നത് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സാലഡൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് വരണ്ടേ. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയല്ലേ സാലഡൊക്കെ കാണാൻ, അടിപൊളിയല്ലേ. കുക്കുംബറുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ കുക്കുംബറൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ നമ്മുടെ സാലഡിൻ്റെ പണി കഴിഞ്ഞു. ദാ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ സാലഡ്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കട്ട തൈരായത് കൊണ്ടാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മൂടി വയ്ക്കാം. അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. അത് അടച്ചു വെച്ചു. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞോന്ന് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വളർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ തവി വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടോ നല്ലതായിട്ട് അതൊന്നിങ്ങനെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല മസാലയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാത്തൊരു ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ. ഞങ്ങൾ എന്നും ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ് കേട്ടോ. റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെയാണ്. ഇതാ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയായിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലതായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ തക്കാളി മസാല എല്ലാം, ആ തക്കാളിയുടെ ടേസ്റ്റ് പുളി അതെല്ലാം അതിലേക്ക് കിട്ടാൻ വിധത്തിൽ മസാലകളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പുരട്ടി എടുക്കുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് ഒന്നും കൂടെ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേവിക്കാം. കുറച്ചും കൂടെ നേരം ഒന്ന് വേവിക്കാം. ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് ചിക്കനിൽ കുറച്ച് ഉപ്പ് പൊടിയാണ് പുരട്ടി വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ ആ സമയം കുറച്ചും കൂടെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ അതിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം. ചിക്കൻ കുറച്ച് വെന്തിട്ടേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് വറുത്തിട്ടല്ലേ ഉള്ളൂ നമ്മൾ. ഇനി അത് മസാലയൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരായാണ്, കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് വേകാനുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് കിട്ടിയാലും കൂടെ മതിയാവും.
കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പില എത്ര ചേർത്താലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് എല്ലായിടത്തേക്കും ആ കറിവേപ്പിലയുടെയും ഒക്കെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എല്ലായിടത്തേക്കും കറിവേപ്പില ഒന്ന് വെച്ചതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് അതൊന്ന് വേകാൻ വെച്ചു. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇതാണ് പരുവം കേട്ടോ. വെള്ളമൊക്കെ അങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ വെള്ളം കുറവ് വന്നാൽ, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തിളച്ച വെള്ളം വേണമെങ്കിൽ അതിലേക്ക് ചേർക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ നേരം ഒന്നും കൂടെ അതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തു. ഒന്നുകൂടെ അടച്ച് വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, തിളച്ച വെള്ളം കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ അതിങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്രേവി ആവശ്യമാണെന്ന് തോന്നി എനിക്ക്. കുറച്ചും കൂടി ഗ്രേവി ഞാൻ ഇത് ഈ രീതിയിലും വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാനിതിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് നല്ല തിക്കായിട്ട് എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഇത്തവണ കോൺഫ്ലവർ ചേർക്കണില്ല. അതിന് പകരം വേറെ ഒരു ഐഡിയ ആണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ വളരെ രുചിയാണ്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ കുറച്ച്, ഒത്തിരിയൊന്നും വേണ്ട, ചിക്കൻ റോസ്റ്റ് അല്ലേ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ആവശ്യത്തിന് കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ലാസ്റ്റത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കണ്ടോ. തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കറി ആവശ്യമായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നല്ല രുചിയുമാണ്. നമ്മുടെ വറുത്ത ചിക്കനും അതുപോലെ തേങ്ങാപ്പാലിലും ഒക്കെ കിടന്ന് അതൊന്നിങ്ങനെ കുറുകി വരുമ്പോൾ വളരെ രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലായിടത്തേക്കും ഇളക്കി യോജിപ്പിച്ചു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇത്രയും ഗ്രേവി മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് കേട്ടോ മല്ലിയില. കറിയൊക്കെ ആയതിനു ശേഷം ഏറ്റവും ലാസ്റ്റാണ് മല്ലിയില ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയാം. വളരെ രുചിയാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി ഒക്കെ കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഗ്രേവി ഉണ്ട്. നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനുള്ള നല്ല ഗ്രേവിയൊക്കെ ഇത്രയൊക്കെ മതിയാവും. അപ്പോൾ പിന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ റൈസൊക്കെ ഒന്ന് നോക്കണം. അടച്ചു വെച്ചു, ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ പണി. ഇനി നമ്മുടെ റൈസ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ആഹാ, എന്തൊരു ഭംഗിയാണ് കാണാൻ. നല്ല മണവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അതാ നമ്മുടെ റൈസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യമായിട്ടൂടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ മോളാണ്. അപ്പോൾ അതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റാണ്. അതിലോട്ട് ഞാൻ അത് സെർവ് ചെയ്യാണ്. നമ്മുടെ ഗീ റൈസ് ഇട്ട് കൊടുത്തു, സൈഡിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇട്ട് കൊടുത്തു, പിന്നെ അപ്പുറത്ത് ഒരു പാത്രത്തിൽ സാലഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. മിക്കപ്പോഴും ഉണ്ടാക്കും മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ. അപ്പോൾ നോൺ വെജൊന്നും ഉണ്ടാക്കാറില്ല. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വെജ് കറിയൊക്കെയാണ്. മഷ്റൂമോ സോയ ചങ്ക്സോ അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ ട്രൈ ചെയ്യാറ്. ആലു മസാലയൊക്കെയാണ്. സ്കൂളിലേക്കൊന്നും നിലവ് ചെയ്യില്ല. ചിക്കനൊന്നും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ വീട്ടിലാവുമ്പോൾ ഇങ്ങനെ ചെയ്യാം. മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. വേറെ ഒന്നും വേണ്ട നമുക്ക്. ഇതിൻ്റെ കൂടെ ഒരു സാലഡ് മാത്രമായാലും അച്ചാറായാലും. അച്ചാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറന്നുപോയത്. അച്ചാർ കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ശരി, ഓക്കെ, ബായ്. എല്ലാവർക്കും താങ്ക്സ്.